മുനമ്പം നോട്ടീസ് വിവാദത്തിൽ വിശദീകരണവുമായി വഖഫ് ബോർഡ് മുൻ ചെയർമാൻ ടി.കെ. ഹംസ. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഏകപക്ഷീയമായ അധികാരം നൽകിയത് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്താണ്. മുനമ്പം ഭൂമി വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വഖഫ് ബോർഡുകൾക്ക് ലഭിക്കേണ്ട അധികാരം പോലും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഏൽപ്പിച്ചതിന് പിന്നിലുള്ള താൽപര്യം പരിശോധിക്കണം. വഖഫ് ചെയർമാനും ബോർഡിനും ഇടപെടാൻ അധികാരമില്ലായിരുന്നു. മുനമ്പത്ത് സാമ്പത്തിക ശേഷിയുള്ള ഏതാനും പേർക്കാണ് നോട്ടീസ് അയച്ചത്. പണക്കാർക്ക് മാത്രം നോട്ടീസ് അയച്ചതിന് പിന്നിലുള്ള താൽപര്യം പരിശോധിക്കണം. തന്റെ പേര് വിവാദത്തിലേക്ക് വെറുതെ വലിച്ചിഴച്ചതാണെന്നും ടി.കെ. ഹംസ മഞ്ചേരിയിൽ പറഞ്ഞു. 2019 ജൂൺ മാസത്തിൽ മെയ് മാസത്തിലാണല്ലോ ഈ തീരുമാനം. അത് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ ആ ബോർഡിന്റെ കാലാവധി കഴിഞ്ഞു. ടി.കെ. ഹംസ എന്ന് പറഞ്ഞ ഒരാൾ ചെയർമാനായിക്കൊണ്ട് പുതിയ ബോർഡ് വന്നു. ആ ഹംസ ഞാനാണ്. 2020 ജനുവരി 10-ാം തീയതിയാണ് ഞാൻ ചാർജ് എടുക്കുന്നത്. ഞാൻ ചാർജ് എടുക്കുന്നതിന്റെ ഇടയിൽ ആണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. ആ കാര്യങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇന്റെ കാലത്ത് നടക്കുമല്ലോ. ആ നടക്കുന്നതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് ടി.കെ. ഹംസന്റെ കാലത്താണ് നോട്ടീസ് അയച്ചത്. ഞാൻ അറിയേണ്ട കാര്യമില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. അത് തങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയേണ്ടി വന്നത്. അപ്പോ തങ്ങൾ പറഞ്ഞത് എന്റെ കാലത്ത് എന്നുള്ള ശരി. ഞാൻ ചെയർമാനായ സമയത്തായതുകൊണ്ട് ഈ ഇത് പ്രകാരം നടപടി ഇങ്ങനെ എടുത്ത് നോട്ടീസ് അയച്ചതും ഇയാളെ ദുഃഖത്തോടു കൂടി ഞാൻ പറയാം. 300 ചില്ലാൻ ആളുകൾ അവിടെ കൈവശമുണ്ട്. അതിലൊരു 5-8 പ്രമാണിമാർക്കും കച്ചവടക്കാർക്കും ബിക്കർസേർക്കുമാണ് നോട്ടീസ് അയച്ചത്. സാമ്പത്തിക ശക്തിയുള്ളവർക്കും ബിസിനസ്സുകാർക്കും നോട്ടീസ് അയച്ചാൽ അതിന്റെ ഗുണം എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ. സാധുക്കൾക്ക് നോട്ടീസ് അയച്ചാൽ സമരം വരും, മറ്റവർക്ക് നോട്ടീസ് അയച്ചാൽ രാത്രി ഒറ്റക്ക് പോയി കാണും. ആ കാണൽ ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ നോട്ടീസിൽ അങ്ങനെയാണ്, എൻ്റെ സ്വഭാവം അങ്ങനെയാണ് കണ്ടപ്പോൾ. അപ്പോൾ ഇത് പിന്നെ ആ എക്സിക്യൂട്ടീവ് ഓഫീസറും ഞാൻ അധികാരത്തിൽ വരുമ്പോൾ തന്നെ ആ എക്സിക്യൂട്ടീവ് ഓഫീസറും നമ്മളും തമ്മിൽ പല തർക്കങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, ആ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിയമനം ശരിയല്ല എന്ന് വക്കീലും കൂടിയായി ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ടി.കെ. ഹംസ ചെയർമാനായിരുന്ന കാലത്താണ് നോട്ടീസ് അയച്ചതെന്ന് റഷീദ് അലി തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിനൊരു പ്രതികരണമായിട്ടാണ് ഇപ്പോൾ ടി.കെ. ഹംസ രംഗത്തെത്തിയിട്ടുള്ളത്. അപ്പോൾ റഷീദ് അലി തങ്ങളുടെ പ്രതികരണം കേൾക്കാം. 2008 കാലഘട്ടത്തിലാണ് ഈ നിസാർ കമ്മീഷനെ ഗവൺമെന്റ് അച്യുതാനന്ദ സർക്കാർ നിയമിക്കുന്നത്. അച്യുതാനന്ദ സർക്കാർ നിയമിച്ച് നിസാർ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 9-ൽ അതിന്റെ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. അത് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 10-ൽ ഗവൺമെന്റിന്റെ തീരുമാനം വന്നു, തിരിച്ചു പിടിക്കാനുള്ള ആ സ്വത്ത് തിരിച്ചു പിടിക്കണമെന്നാണ് ഓർഡർ വന്നു. പക്ഷെ തിരിച്ചു പിടിച്ചു, അന്ന് തിരിച്ചു പിടിച്ചില്ല. അതിനെതിരായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ ഹൈക്കോടതിയിൽ പരാതി പോയി. അങ്ങനെ ഹൈക്കോടതി 2016 എനിക്ക് സംശയം 16 കാലഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ വന്നത് ബോർഡിലേക്ക് എങ്ങനെ തിരിച്ചു പിടിക്കണമെന്നാണ്. ബോർഡ് ആ തീരുമാനം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിന് നോട്ടീസ് ഒന്നും ഇഷ്യൂ ചെയ്യാതെ അവിടെ വെച്ച് പെൻഡിങ് വെച്ച്. അങ്ങനെ ബെഞ്ച് പറ്റി അവസാനം കോർട്ട് കണ്ടംപ്റ്റ് വന്നു. കോർട്ട് കണ്ടന്റ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കത് എന്തെങ്കിലും ഒന്ന് ആക്കണം. അതിന് പരിഗണിച്ചു എന്ന വലിയ ബോർഡിൽ പരിഗണിച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ നോട്ടീസ് ഒരു പാർട്ടിക്കും അവിടുന്ന് വെക്കേറ്റ് ചെയ്യണമെന്നുള്ള നോട്ടീസോ തിരിച്ചു വിളിക്കാനുള്ള നോട്ടീസോ ഇഷ്യൂ ചെയ്തിട്ടില്ല. അത് ചെയ്തത് പിന്നെ അതിന് എൻ്റെ ശേഷം വന്ന പിന്നെ വഖഫ് ബോർഡായിരുന്നു. അത് അംസാക്കായിരുന്നു ചെയർമാൻ. അംസാക്കാണ് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഞാനല്ല. സർക്കാർ വിചാരിച്ചാൽ അത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. സർക്കാർ വിചാരിച്ച മാനുഷിക പരിഗണന നൽകിയിട്ട് അവരെ ഇറക്കി വിടാതെ അവരെ പരിഗണിക്കാൻ പറ്റും. സർക്കാരിന് വിചാരിക്കാം, സർക്കാർ ചെയ്യാൻ കഴിയും. അപ്പോൾ റഷീദ് അലി തങ്ങളുടെ ഈ വാക്കുകൾക്ക്, ഈ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ് ടി.കെ. ഹംസ ഇപ്പോൾ നൽകിയിട്ടുള്ളത്.